ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 30 ഡേയ്സ് ഡെയിലി യൂസ് ചലഞ്ചിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ലെറ്റ് യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റിൻ്റെ മീനിങ് അനുവദിക്കുക എന്നാണ്. അനുവദിക്കുക. ലെറ്റ് യൂസ് ചെയ്യുമ്പോൾ ലെറ്റിന് ശേഷം ഉപയോഗിക്കേണ്ടത് അബ്ജക്റ്റീവ് പ്രൊനൗണുകളാണ്. അതായത് അസ്, മീ, ദം, ഹിം, ഹെർ, ഇറ്റ്, യു ഇവയൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവ. അതുപോലെ തന്നെ ലെറ്റ് എന്ന വെബിൻ്റെ എല്ലാ വേർബ് ഫോമുകളും ലെറ്റ് എന്ന് തന്നെയാണ്, പ്രസൻറ്റും പാസ്റ്റും ഒക്കെ. വേർബ് ഫോമിൽ മാറ്റമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വിട്ട് കളയുക, ലെറ്റ് ഗോ. അതായത് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഒരുപാടങ്ങ് ചിന്തിക്കും അല്ലേ, ഓവർ തിങ്കിങ് ഉണ്ടാവും. അത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ചെയ്യിക്കും. അപ്പോൾ അതില്ലാതാക്കാൻ എന്ത് ചെയ്യാം, ആ ചിന്തകളെ നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ലെറ്റ് ഗോ ചെയ്യാം. അത് മൈൻഡ് സ്ട്രെസ് കുറയ്ക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ്. ഓക്കെ, വിട്ട് കളയുക, ലെറ്റ് ഗോ. വിട്ട് കളയരുത് എന്ന് പറയാൻ ഡോണ്ട് ലെറ്റ് ഗോ, ഡോണ്ട് ലെറ്റ് ഗോ. അതുപോലെ തന്നെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. ഡോണ്ട് ലെറ്റ് ഗോ, നെവർ. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാമെന്നിങ്ങനെയാണ് പറയുക ലെറ്റ് യൂസ് ചെയ്തിട്ട്. ഐ ലെറ്റ് യു ഗോ, ഐ ലെറ്റ് യു ഗോ. നിങ്ങൾക്ക് പോകാം. ഇവിടെ ഐ, ഞാനാണ് നിങ്ങൾക്ക് പോകാൻ അനുവാദം തരുന്നത്. അപ്പോൾ ഒരാൾ അനുവാദം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്വയം അനുവാദം ചോദിക്കാം. രണ്ട് രീതിയും ആവാം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് പോകാൻ അനുവാദം കൊടുക്കുകയാണ്. മീൻസ് ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കുന്നു എന്നർത്ഥം. ഡയറക്റ്റ് മീനിങ് ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കുന്നു. അത് നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം, നിങ്ങൾക്ക് പോകാം. ഓക്കെ, ഐ ലെറ്റ് യു ഗോ. യു ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും നമ്മൾ യൂസ് ചെയ്യും യു. ദെൻ ഇത് തന്നെ നമുക്ക് നിങ്ങളെ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പറയാം. നിങ്ങളെ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അനുവാദം കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷനാണിത്. ഐ കാൺട്ട് ലെറ്റ് യു ഗോ. ഐ കാൺട്ട്, എനിക്ക് കഴിയില്ല. ലെറ്റ് യു ഗോ, നിങ്ങളെ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല. മീൻസ് നിങ്ങൾക്ക് പോകാനുള്ള അനുവാദം തരാൻ എനിക്ക് കഴിയില്ല എന്നർത്ഥം. ഐ കാൺട്ട് ലെറ്റ് യു ഗോ, ഐ കാൺട്ട് ലെറ്റ് യു ഗോ. നെക്സ്റ്റ്, ഞാൻ പോകട്ടെ. ഞാൻ പോകട്ടെ എന്ന് പറയാൻ ലെറ്റ് മീ ഗോ, ലെറ്റ് മീ ഗോ. ഞാൻ പോകട്ടെ, ലെറ്റ് മീ ഗോ. മീൻസ് ഇവിടെ എന്നെ പോകാൻ അനുവദിക്കൂ എന്നാണ് ഡയറക്റ്റ് മീനിങ്. എന്നെ പോകാൻ അനുവദിക്കൂ, ലെറ്റ് മീ ഗോ. മീ ആണ് ഇവിടുത്തെ ലെറ്റിന് ശേഷം ഒബ്ജക്റ്റീവ് പ്രൊനൗൺ മീ ആണ്. ഇത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഐ. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന ഐ എന്ന ഞാനാണ്. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താവും, മീ. ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ മീ ആണ്. അപ്പോൾ ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ ഞാൻ പോകട്ടെ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു എന്നാണ്. അനുവദിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ഫോമിൽ, അപ്പോൾ എല്ലാ ഫോമും ഒന്ന് തന്നെയാണ്, ലെറ്റ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം, ലെറ്റ്. ഹി ലെറ്റ് മീ ഗോ, ഹി ലെറ്റ് മീ ഗോ. അവൻ എന്നെ പോകാൻ അനുവദിച്ചു, ഹി ലെറ്റ് മീ ഗോ. നെക്സ്റ്റ് വൺ, ഞാൻ അകത്ത് പോകട്ടെ, അകത്തേക്ക് പോകട്ടെ. ലെറ്റ് മീ ഇൻ, ലെറ്റ് മീ ഇൻ. അകത്ത് പോകാനുള്ള ഒരു അനുവാദം ചോദിക്കൽ. നെക്സ്റ്റ്, ഞാൻ പുറത്തേക്ക് പോകട്ടെ. ലെറ്റ് മീ ഔട്ട്, ലെറ്റ് മീ ഔട്ട്. പുറത്തേക്ക് പോകാനുള്ള അനുവാദം ചോദിക്കൽ. ഞാനും ശ്രമിച്ചു നോക്കട്ടെ. ലെറ്റ് മീ ട്രൈറ്റ്, ലെറ്റ് മീ ട്രൈറ്റ്. അവൾ വിശ്രമിക്കട്ടെ, അവൾ വിശ്രമിക്കട്ടെ. ലെറ്റ് ഹെയർ റിലാക്സ്, ലെറ്റ് ഹെയർ റിലാക്സ്. ഹെയർ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. ഇത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഷീ യൂസ് ചെയ്യും, ഷീ, അവൾ. അപ്പോൾ അത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഷീ എന്താവും, ഹെയർ ആവും. ലെറ്റ് ഹെയർ റിലാക്സ്. നമ്മൾ വയ്യാതിരിക്കുന്ന ഒരാളെ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം സംസാരിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പറയും, ഇനി അവൾ വിശ്രമിക്കട്ടെ, അവളെ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ്. ലെറ്റ് ഹെയർ റിലാക്സ്. അവനത് അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, അവനത് അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. ലെറ്റ് ഹിം ഡു ഇറ്റ് ഹിസ് വേ, ലെറ്റ് ഹിം ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യട്ടെ,
ലെറ്റ് ഹിം ഡു ഇറ്റ്, അവനത് ചെയ്യട്ടെ. ലെറ്റ് ഹിം ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യട്ടെ. ഹിസ് വേ എന്ന് പറഞ്ഞാൽ അവൻ്റേതായ രീതിയിൽ അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന്. ലെറ്റ് ഹിം ഡു ഇറ്റ് ഹിസ് വേ. ഹിം, ഹിം ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് പ്രിനൗൺ. അത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഹി. ഹി എന്നത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ഹിം. ലെറ്റ് ഹിം ഡു ഇറ്റ് ഹിസ് വേ. ദെൻ നെക്സ്റ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. ലെറ്റ് മീ സേ. ലെറ്റ് മീ സേ. എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുന്ന സമയത്ത് കൂട്ടത്തിൽ നിന്ന് ആദ്യം അതിനൊരു അനുവാദം എടുക്കാമെന്ന്. ലെറ്റ് മീ സേ. ഞാൻ പറയട്ടെ. ഞാനിതൊന്ന് കേൾക്കട്ടെ. ലെറ്റ് മീ ഹിയർ ഇറ്റ്. ലെറ്റ് മീ ഹിയർ ഇറ്റ്. ഞാനിതൊന്ന് കേൾക്കട്ടെ. ഞാനൊന്ന് പോയി സംസാരിക്കാം. ഞാനൊന്ന് പോയി സംസാരിക്കാം. ലെറ്റ് മീ ഗോ ആൻഡ് ടോക്ക്. ലെറ്റ് മീ ഗോ ആൻഡ് ടോക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ. ദെൻ നെക്സ്റ്റ് വൺ, നമുക്ക് പോകാം. നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. ലെറ്റ് അസ് ആണ്. അസ്. അസ് എന്നാണ് ഒബ്ജക്റ്റീവ് പ്രിനൗൺ. അത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എന്താണ് യൂസ് ചെയ്യുക? വി. വി ആണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന വി ആണ് അസ്സായി മാറുന്നത്, ഒബ്ജക്റ്റീവ് പ്രിനൗൺ. നെക്സ്റ്റ്, അവർ പോകട്ടെ. അവർ പോട്ടെ. ലെറ്റ് ദം ഗോ. അവരെ പോകാൻ അനുവദിക്കുകയാണ്. ലെറ്റ് ദം ഗോ. ലെറ്റ് ദം. ദം ആണ് ഒബ്ജക്റ്റീവ് പ്രിനൗൺ. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉള്ള ദേ ആണ് ദം ആവുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ലെറ്റ് മീ ഷോ. ഞാൻ കാണിക്കാം. ലെറ്റ് മീ ഷോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഹൗ ടു ഡു ദിസ്. ഹൗ ടു ഡു ദിസ്. ഹൗ ടു ഡു ദിസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഹൗ ടു ഡു ദിസ്. ഓക്കെ, ലെറ്റ് മീ ഷോ ഹൗ ടു ഡു ദിസ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അല്ലേ, കുറേ ആൾക്കാർ കൂടി നിന്നെടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ചോദിക്കും. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യം സ്വയം ഒരു പെർമിഷൻ എടുക്കലാണ്. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. Let me ask you a question. Next one, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. Let me help you. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. Let me help you. ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരട്ടെ. Let me do that for you. Let me do that. ഞാനത് ചെയ്യട്ടെ. Let me do that. ഞാനത് ചെയ്യട്ടെ. For you. നിങ്ങൾക്ക്. Let me do that for you. നിങ്ങൾക്ക് ഞാനത് ചെയ്തു തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക് ഫോർ യു. ലെറ്റ് മീ സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക്. ഞാൻ സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കട്ടെ. ഞാനൊരു കോൾ വിളിക്കട്ടെ. ലെറ്റ് മീ എ കോൾ. ലെറ്റ് മീ എ കോൾ. ഞാനൊരു കോൾ വിളിക്കട്ടെ. ഞാനൊരു മെസ്സേജ് അയക്കട്ടെ. ലെറ്റ് മീ സെൻഡ് എ മെസ്സേജ്. ലെറ്റ് മീ സെൻഡ് എ മെസ്സേജ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ലെറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ എഴുതുക. നെക്സ്റ്റ് ഡേ മറ്റൊരു കൂട്ടമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.